എവരിബഡി, വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. എല്ലാവരും സുഖമായിട്ടിരുന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഒരു 2 ആഴ്ച മുമ്പേ പോയതാണ് ഞാൻ. ഓരോ പാർട്ടായിട്ട് വീഡിയോ ഇടാന്നും പറഞ്ഞ് പോയതാ. പക്ഷെ സമയം കുറച്ച് അതിക്രമിച്ചു പോയി. അതായത് കുറച്ചധികം വൈകിപ്പോയി ഇടാനായിട്ട്. ഐ എം വെരി സോറി. കാരണം അന്ന് എന്നോട് ഇങ്ങനെ കമന്റിലൊക്കെ ഞാൻ കണ്ട്, അതായത് കുറച്ചുകൂടി പറയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി മൊത്തത്തിൽ പറഞ്ഞങ്ങ് തീർക്കാന്ന് കരുതി. ലെങ്തി ആവുമെന്നൊന്നും അറിയത്തില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ, എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങോട്ട് വരാൻ, അതായത് ഇന്ത്യ ടു ഓസ്ട്രേലിയ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കും ഇനി അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് പോകാനിരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എൻ്റെ ഒരു 2 വർഷത്തിന് മുമ്പത്തെ കാര്യം കേട്ടോ, അതായത് 1.5-2 കൊല്ലത്തിന് മുമ്പത്തെ കാര്യം. ഇപ്പോൾ കുറേ കൂടി വ്യത്യാസം വന്നു, റൂൾസ് വ്യത്യാസം വന്നു. അപ്പോൾ നിങ്ങൾ സൈറ്റിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഏജൻസി വഴിയായിരുന്നു എത്തിയത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന സമയം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ട്രെയിനി ആയിട്ടോ എങ്ങനെ നിങ്ങൾക്ക് കയറി, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതായിട്ട് റിലേറ്റ് ചെയ്തവർ, അല്ലെങ്കിൽ അവരവരുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കയറി നിങ്ങളുടെ റിസ്യൂമിൽ ഒരു പ്ലസ് പോയിന്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് IELTS-ഉം അതുപോലെ തന്നെ PTE. നിങ്ങൾ പഠിച്ച് കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്, അവിടെ പോയി എടുക്കുക. അപ്പം ഞാൻ IELTS-ഉം PTE-യും രണ്ടും എടുത്തായിരുന്നു. രണ്ടും എനിക്ക് വാലിഡ് ആയിരുന്നു. ഞാൻ കുറച്ചുകൂടി സ്കോർ കൂട്ടി കൊടുക്കാൻ ഞാൻ ആദ്യം കരുതിയത്, നമ്മൾ കുറച്ചുകൂടിയും സ്കോർ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്കോളർഷിപ്പും അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ അന്ന് RMIT യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എത്ര വലിയ സ്കോർ കൊടുത്താലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. കാരണം എല്ലാവർക്കും ഒരുപോലെ 25-20% സ്കോളർഷിപ്പ് എല്ലാ പിള്ളേർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ഗുണമൊന്നും എനിക്കുണ്ടായില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ചില യൂണിവേഴ്സിറ്റികൾ അതും പരിഗണിക്കുന്നുണ്ട് നല്ല മാർക്കുണ്ടെങ്കിൽ. അപ്പം ഞാൻ IELTS എഴുതിയിരുന്നു. IELTS ടോട്ടൽ 6.5 ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ PTE-യും കൂടി എഴുതി. അതിൽ കുറച്ചുകൂടി എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. ഏകദേശം ഒരു 7 മേലെ ബാൻഡ് സ്കോർ ചെയ്യാൻ എനിക്ക് പറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ അതും റെക്കമെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മഞ്ഞപ്പുറയ്ക്ക് എടുത്താന്ന്. അപ്പോൾ നടുവട്ടത്തിനും നമുക്ക് കുറച്ചുകൂടി ആക്സസബിൾ ആയിട്ടുള്ളത് കാലടി, അങ്കമാലി ഒക്കെ ആയിരുന്നു. അതിൽ ഞാൻ പഠിച്ചത് കാലടിയിൽ സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാഡമിയിലാണ് പഠിച്ചത്. ഞാനത് ഹൈലി റെക്കമെൻഡ് ചെയ്യും കേട്ടോ. കാരണം ഇത് വെറുതെ പ്രൊമോഷനൊന്നുമല്ല, പക്ഷെ ഞാൻ അവിടെ പഠിച്ചതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാണ്, അവിടെ കുറച്ചുകൂടി നമുക്ക് ഒരു 1-on-1 കണക്ഷൻ കിട്ടും. അതായത് നമുക്ക് ഒരാൾ ഒരു മെൻറ്ററായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് എല്ലാ കാര്യവും ഇപ്പം തിരുത്തി തരാനും പുതിയ അപ്ഡേഷൻസ് നമ്മളെ പഠിപ്പിക്കാനും കാര്യങ്ങൾ. കാരണം ഡേ ബൈ ഡേ IELTS-ൻ്റെ ആയാലും PTE-യുടെ ആയാലും റൂൾസ് അവർ മാറ്റിക്കൊണ്ടിരിക്കും, ക്വസ്റ്റ്യൻസ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ഈ TOEFL ആയാലും IELTS ആയാലും PTE-യുടെ നോൺ ഏജന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് താമസിക്കുന്നവർ വരെ ഉണ്ട് കേട്ടോ. അവർ ഹോസ്റ്റൽ ഫെസിലിറ്റിയും കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ കോട്ടയം, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലത്തു നിന്നുള്ള വന്ന പിള്ളേർ ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാവർക്കും വൺ ഓൺ അറ്റൻഷനാണ് വേണ്ടത്. അതായത് ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഒരു 10-30 പേരൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമ്മൾ ഒന്ന് ഇരുന്ന് പഠിപ്പിക്കും. കാരണം ഇതൊക്കെ ഗ്രാമർ, നമ്മുടെ ലാംഗ്വേജ്, നമ്മുടെ ഇതൊക്കെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ നമ്മളോട്, അതായത് നമ്മളായിട്ടും തൊട്ടടുത്ത് അല്ലെങ്കിൽ 1-on-1 ആയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിനൊരു ബെസ്റ്റ് പ്ലേസ് ആട്ടോ സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാഡമി. ഞാൻ അവിടുത്തെ മെൻറ്ററും കൂടി, ട്യൂട്ടറും കൂടി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അത് മറ്റുള്ളവർക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ഒരു ക്ലാസ്സിലൊക്കെ എനിക്ക് തോന്നുന്നു മാക്സിമം 5 പേരൊക്കെ ഒരു ക്ലാസ്സിലുള്ളൂ. കാരണം ഈ എല്ലാവർക്കും ഒരുപോലെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ നോക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും സ്മാർട്ട് ഇംഗ്ലീഷ് അക്കാഡമി ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ അബ്രോഡ് കൺസൾട്ടേഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉണ്ടായിരുന്നപ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ ഏജൻസി ആയിരുന്നു. ഞാൻ ഓൾറെഡി അവർക്ക് ഇത് കൊടുത്തോണ്ട് എനിക്ക് അവരായിട്ട് ഉണ്ടായില്ല. പക്ഷെ അവർ അബ്രോഡ് കൺസൾട്ടൻസി ഉണ്ട്. അതുവഴി എൻ്റെ കുറേ ഫ്രണ്ട്സും പോയിട്ടുണ്ട്. ഇപ്പോഴും അവരത് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അബ്രോഡ് എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ എന്താ പറയുക, ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷെ നിങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ IELTS-ഉം PTE-യും ഞാൻ അതിനകത്ത് ഉള്ളതായതുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് പഠിച്ചിറങ്ങിയതായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഓരോ ഏജൻസീനെ നമ്മൾ
ഇത് ചെയ്തത്, ഏജൻസി ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തത്. അതിൽ ഞാൻ ഏറ്റവും ആദ്യം കോണ്ടാക്ട് ചെയ്തത്, കാരണം എൻ്റെ സിസ്റ്റർ പോയത് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കലൂരാന്ന് തോന്നുന്നു, അതെ, കൊച്ചിയിലെ ഗ്ലോബൽ ഏജൻസിയിലായിരുന്നു ഞാൻ ആദ്യം പോയത് ഏറ്റവും ഫസ്റ്റ്. കാരണം ഓൾറെഡി സിസ്റ്റർ പോയതുകൊണ്ട് അവരുടെ ഒരു പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാനത് തന്നെയാണ് ചൂസ് ചെയ്തത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി എനിക്ക് റിലേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. അതായത് ഞാൻ മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ ആ സമയത്ത് അവർ കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്തത് ഫുഡ് ടെക്നോളജിയും അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു. എനിക്കത് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരിപ്പം നമുക്ക് പറയാൻ പറ്റില്ല, അതായത് ഓരോ ഏജൻസിക്കാർക്കും ഓരോ യൂണിവേഴ്സിറ്റി ആയിട്ട് ചിലപ്പോൾ ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ എനിക്കത് വേണ്ട എന്ന് പറയുമ്പോഴും അവർ മാക്സിമം നമ്മളോട് അതെടുക്കുന്നു മാക്സിമം നമ്മളെ പുഷ് ഔട്ട് ചെയ്യിടും. അങ്ങനെ കുറച്ചങ്ങ് ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഒരു എററായിട്ട് തോന്നി. അതായത് നമ്മുടെ ഇഷ്ടമല്ലേ നമ്മൾ ഏതാ പഠിക്കേണ്ടതെന്ന്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഏജൻസിക്ക് മുമ്പ് നിങ്ങൾ തന്നെ ഒരു റിസർച്ച് നടത്തുക. എന്താണ് ആ കോഴ്സ്, എന്നതാണ് അതിനകത്ത് പഠിക്കണേ എന്നതൊക്കെ ഒരു റിസർച്ച് നടത്തുക. എന്നാലാണ് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാൻഡേർഡ് നിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കും, അത് വേണോ ഇത് വേണോ എന്ന് ചാടി കളിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് പഠിക്കണം എന്നൊരു അംബീഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കത് നോ പറയാം, എനിക്കത് താല്പര്യമില്ല എന്ന് പറയാം. അപ്പം അവർ കുറച്ചുകൂടി നമ്മളെ ഇത് ചെയ്തു. കാരണം എല്ലാവരുടെയും എൻ്റെ കേസായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ അവരെ മോശമായിട്ട് പറഞ്ഞതല്ല, പക്ഷെ എൻ്റെ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി. അപ്പം എനിക്ക് എന്തേതാ അവർ ഒരു ഫോളോ അപ്പും ചെയ്തില്ലായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഓക്കെ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം എന്ന് പറയുമ്പോഴായാലും കൂടിയും അവരത് ഫോളോ അപ്പ് ചെയ്യേണ്ട, അതായത് അഡ്മിഷൻ്റെ പേപ്പർ വർക്ക്സും കാര്യം അവർ ഒരു തരത്തിലൊരു 2-3 മാസത്തേക്ക് പോലും അവർ ഫോളോ അപ്പ് ചെയ്തില്ല. ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തെങ്കിലും അവർ ചെയ്യാമെന്ന് പറയുന്നതല്ലാണ്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല. ഞാൻ അവരെ വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ ആണ് അവർ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ ഓൺ ദി സ്പോട്ട്. അത് ഞാൻ കുറച്ച് റൂഡായിട്ട് പെരുമാറിയപ്പോഴാണ് അവർ കുറച്ചുകൂടിയും സ്പീഡപ്പ് ആക്കിയത്. കാരണം എൻ്റെ സമയം പോവാണ്, ഞാൻ ഇതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് ആപ്ലിക്കേഷൻ കൊടുത്ത് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് വേണമല്ലോ ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനായിട്ട്. അവരത് ഭയങ്കരമായിട്ട് ലാഗ് ചെയ്തു, ഭയങ്കര ലാവിഷാക്കി കളഞ്ഞു. എൻ്റെ 1-2 മാസം വെറുതെ അവർ കളഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നേരത്തെ എൻ്റെ കാര്യങ്ങൾ നടത്തായിരുന്നു. കാരണം എൻ്റെ അപ്പയായാലും വിളിച്ച് റൂഡായിട്ട് പെരുമാറിയപ്പോഴാണ് അവർ കുറച്ചുകൂടി ഒന്ന് ഇതായത്. പിന്നെ നമ്മൾ വിചാരിച്ചൊന്നും വേണ്ട, എനിക്ക് ആ ഒരു വിശ്വാസം പോയല്ലോ. പിന്നെ ഞാൻ സെർച്ച് ചെയ്ത് അങ്ങനെ എത്തിപ്പെട്ടതാണ് നെക്സ്റ്റ് നമ്മുടെ എറണാകുളം രവിപുരത്ത് സാന്റാ മോണിക്ക. അപ്പോൾ ഈ ഗ്ലോബൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് പൈസ ചോദിച്ചോ എന്നറിയില്ല, ഒരു ഡെപ്പോസിറ്റ് പോലെ ചോദിച്ചോ എന്ന് എനിക്കറിയാം. നമ്മൾ ചോദിച്ചില്ല എന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പക്ഷെ സാന്റാ മോണിക്ക ചോദിച്ചില്ല കേട്ടോ. കാരണം ചില IDP അങ്ങനത്തെ കുറേ ഏജൻസികൾ ഉണ്ടെങ്കിൽ കൂടിയും അവർ നമ്മൾ ഡെപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട്. അതായത് അവർ തിരിച്ചു തരുമെന്നാണ് പറയണേ. പക്ഷെ ഇവരൊന്നും ചോദിച്ചില്ലായിരുന്നു കേട്ടോ, ഡെപ്പോസിറ്റ് ഒന്നും ചോദിച്ചില്ല. അത് മാത്രമല്ല രവിപുരത്ത് ഈ സാന്റാ മോണിക്കയിൽ ഞാൻ നേരിട്ട് ചെന്നിട്ടുമില്ല, എല്ലാം ഓൺലൈനായിരുന്നു. കാരണം നമ്മൾ നേരിട്ട് ചെല്ലേണ്ട ആവശ്യമില്ലെന്ന് അവർ തന്നെ പറഞ്ഞു. നമുക്ക് എല്ലാ ഗൈഡൻസും A to Z കാര്യങ്ങൾ നമുക്ക് അവരാണ് അസിസ്റ്റ് ചെയ്തത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നീതു മാം ഉണ്ടായിരുന്നു വിസയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഒരു നീതു മാം ആയിരുന്നു, നീതു സേവ്യർ. ഞാൻ ഇപ്പോഴും ആ മാമിനെ ഓർക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ മാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാ കാര്യത്തിനും. എനിക്ക് കുറച്ച് എന്താ പറയുക, നമുക്ക് കുറച്ചിറങ്ങി ദേഷ്യം വരുമെന്ന് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അവർ എല്ലാ സർട്ടിഫിക്കറ്റും, അതായത് ഉഡായിപ്പിലൂടെ അല്ല, അതെനിക്ക് അപ്പം മനസ്സിലായി. അതായത് A to Z സർട്ടിഫിക്കറ്റ് അവർക്ക് വേണമായിരുന്നു. നമ്മുടെ ITRൻ്റെ ആയാലും എല്ലാ സർട്ടിഫിക്കറ്റും ഒക്കെ അവർ ചോദിക്കുമായിരുന്നു. എന്തെങ്കിലും മലയാളത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാനും എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് അവർ എപ്പോഴും ഡോക്യുമെന്റ്സ് ചോദിച്ചു. എനിക്ക് തോന്നുന്നു എല്ലാ ഏജൻസിക്കാരും അങ്ങനെ ചകഞ്ഞ ഡോക്യുമെന്റ്സ് ഒന്നും ചോദിക്കാറില്ല. കാരണം അവർ മേക്ക് ഷുവർ ആക്കണം, നമ്മൾ ഒരു ഡോക്യുമെന്റ്സ് പോലും ലെസ് ആവരുത് എന്ന് മേക്ക് ഷുവർ ആക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് ആ മാമിനെ സമ്മതിക്കുന്നുണ്ട്. കാരണം ആ മാം അവരങ്ങനെ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നതുകൊണ്ടാണല്ലോ നമുക്കൊരു കുറവുമില്ലാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങ് സ്മൂത്തായിട്ട് അങ്ങ് നടന്നു പോയത്. അപ്പം അങ്ങനെ അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള ആവുന്ന വിധം ഞാൻ എല്ലാം, കാരണം ഡിസംബറിലാണ് നമ്മളിത് തുടങ്ങുന്നത് തന്നെ. കാരണം ഈ ഗ്ലോബലുകാർ എന്നെ ഭയങ്കരമായിട്ട് ലാഗാക്കിയപ്പോൾ എനിക്ക് ഡിസംബറിലാണ് അടുത്ത ഏജൻസിനെ, കാരണം എനിക്ക് ആ മാർച്ചിൽ പോകാനായിരുന്നു ഇരുന്നത്. അപ്പോൾ ഡിസംബർ ആയപ്പോഴാണ് വിത്തിൻ 1 മന്ത് കൊണ്ട് എല്ലാ കാര്യം സെറ്റാക്കി. കാരണം കുറച്ച് ടഫാണ്, അതായത് ബാങ്കിൽ പോകണം, ആ പേപ്പർ എടുക്കണം, ഈ പേപ്പർ എടുക്കണം, പഞ്ചായത്തിൽ പോയി ആ പേപ്പർ എടുക്കണം. കാരണം കുറേ ചിലപ്പോൾ ഓരോ പേപ്പറുകൾ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ അത്
കറക്റ്റ് ചെയ്യണം. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ ഭയങ്കര ഫാസ്റ്റായിരുന്നു. കാരണം 1 മാസം കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. 1 മാസം കൊണ്ട് എല്ലാ കാര്യം കഴിഞ്ഞു. വിത്തിൻ ജനുവരിയിൽ ലോൺ പാസ്സായി. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഈസി ഗോയിങ് ആയിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും എക്സ്പീരിയൻസ് എൻ്റെ പോലെ അല്ല. എനിക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ദൈവം സഹായിച്ച് കുറച്ച് ഈസി ആക്കിയാണ് തന്നെ. അധികം ബുദ്ധിമുട്ടിക്കേണ്ട വന്നില്ല. വിത്തിൻ എന്താ പറയുക 1 മാസം 2 മാസമൊക്കെയാണ് നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നുള്ളൂ. ബാക്കി ആ സമയത്ത് എന്തോരം എൻ്റെ ഫ്രണ്ട്സ് ആയാലും എനിക്കറിയാവുന്ന കുറേ പേരായ പോലും ഒന്നും നടക്കാണ്ട് നിൽക്കുന്ന കുറേ പേരുണ്ടായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഒരു ഏജൻസീനെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് സാന്റാമോണിക്കക്കാർ എനിക്ക് ഓക്കെ ആയിരുന്നു. അതുപോലെ എൻ്റെ ചേച്ചിയുടെ എക്സ്പീരിയൻസ് വെച്ച് ഗ്ലോബലുകാർ ചേച്ചിക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ഡിഫർ ചെയ്യും. നമ്മൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല, നമ്മളെയും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം എല്ലാവരും അത് നോക്കിയും കണ്ടും എങ്ങനെയാണ് നമുക്ക് സെറ്റ് ആവുമെന്നൊക്കെ നോക്കിയിട്ട് ഏജൻസി സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇപ്പോൾ എനിക്ക് ശരിയായെന്നും പറഞ്ഞാൽ അടുത്തൊക്കെ ചിലപ്പോൾ ശരിയായി വരണം എന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സാന്റാമോണിക്കക്കാർ ഇപ്പം ഞാൻ പറഞ്ഞാൽ RMIT യൂണിവേഴ്സിറ്റിയാണ് ഞാൻ നോക്കിയിരുന്നത്. അവർക്ക് കുറച്ചുകൂടി കണക്ട് ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് മൂവ് ഓൺ ചെയ്തത്. ആ സമയം തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ സെയിം കോഴ്സ് തന്നെ വേറൊരു ഏജൻസിയിൽ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കത് റിജക്റ്റ് ആവുകയും ചെയ്തു. അവർക്ക് സീറ്റ് ഇല്ല എന്നും പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ ഇമെയിൽ വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നിരുന്ന പോലെ അപ്പം ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ ആ സെമസ്റ്ററിൽ കയറി വരികയും ചെയ്തു. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇവർ ഒരു ഹാൻഡ് ഉണ്ടാവുമല്ലോ, ഓരോ യൂണിവേഴ്സിറ്റിക്ക് ചിലപ്പോൾ ഓരോ ഏജൻസിക്കാർക്ക് ഒരു ഹാൻഡ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു ഏജൻസി, ഇപ്പം ഞാൻ പറഞ്ഞ സാന്റാമോണിക്ക ആയാലോ ഗ്ലോബൽ ആയാലോ IDP, ഒരു ഏജൻസി ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ, നിങ്ങൾക്ക് ഓരോ പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏകദേശം ഓക്കെ ആയിട്ടാണോ പോണേ. കാരണം എന്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മെയിലിൽ നിങ്ങൾക്ക് മെയിൽ വരും, ഇത് ചെയ്തു അല്ലെങ്കിൽ ഇത് പ്രോഗ്രസ് ആയി, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എടുത്ത് നോക്കാം. അതിൽ നിങ്ങൾക്കൊരു ഫോളോ അപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് നോക്കി അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കി നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഏജൻസിക്കാർ ചെയ്തു. ആ നീതു മാം, ഞാൻ അതാ ഓർത്തത്, നീതു മാം എപ്പോഴും എൻ്റെ മെയിൽ നീതു സേവിയർ കേട്ടോ. എപ്പോഴും നമ്മൾ എന്ത് മെയിൽ കൊടുത്താലും, കാരണം ഇവരെ ഞാൻ കണ്ടിട്ടില്ല, ഈ സാന്റാമോണിക്കാരുടെ ഒരാൾക്കാരെ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ ചോദിച്ചു, കാരണം നമ്മുടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ടെന്ന് പറഞ്ഞു. കാരണം നമുക്ക് അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും, നിങ്ങളുടെ ടെൻഷൻ മനസ്സിലാവും, പക്ഷെ നിങ്ങൾ വേണ്ട, നമ്മളെല്ലാം ഓൺലൈനിൽ തന്നെ നിങ്ങളിവിടെ വരേണ്ട ഒരാവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്കത് കുറച്ചുകൂടി നിങ്ങൾക്ക് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം അവർ ചിലപ്പോൾ ആ തിരക്കും കാര്യങ്ങളും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇത് നമ്മുടെ എറണാകുളം രവിപുരത്തെ ഹെഡ് ഓഫീസ് ആട്ടോ ഈ സാന്റാമോണിക്ക ഞാൻ കണക്ട് ചെയ്ത്. കാരണം സാന്റാമോണിക്കയ്ക്ക് കുറേ ഇതുണ്ട്, അതായത് സബ് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. പക്ഷേ ഞാൻ അവിടെ ഒന്നല്ല പോയേ, ഹെഡിൽ തന്നെ പോയേ, രവിപുരത്ത്. അങ്ങനെ എനിക്ക് തോന്നുന്നു ജനുവരി ഒക്കെ ഇപ്പം ലോൺ പാസ്സായപ്പോൾ തന്നെ COEക്കും കാര്യങ്ങൾക്കൊക്കെ വെച്ചു. നമുക്ക് ഫസ്റ്റ് സെം ഫീസ് അടയ്ക്കാനുള്ള ഇത് വന്നു, ഫീസ് അടച്ചു. അതിനുശേഷം എനിക്ക് മെഡിക്കൽ വന്നു. മെഡിക്കൽ നമുക്ക് കിട്ടിയത് തിരുവനന്തപുരം കിംസിലാണ് കിട്ടിയത്. അത് ഫെബ്രുവരി ഏകദേശം എനിക്ക് തോന്നുന്നു 9-ാം തീയതിയാണ് എനിക്ക് മെഡിക്കൽ കിട്ടിയത്. 9-ാം തോന്നുന്നു, ഫസ്റ്റ് വീക്കാണ് കിട്ടിയത്. കാരണം ലോൺ എനിക്ക് തോന്നുന്നു ജനുവരി ഒരു 15-ാം തീയതിക്കുള്ളിൽ പാസ്സായിരുന്നു. അതും ഞാൻ പോയത് യൂണിയൻ ബാങ്ക് വഴിയാണ്. ആ സമയത്ത് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയും ലേറ്റായിട്ട് പോയിട്ടും ആ സമയത്ത് അവധികളാണ്, അതായത് നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറിൻ്റെ ഒക്കെ അവധികൾ വന്നിട്ട് കൂടിയും എനിക്ക് പെട്ടെന്ന് ലോൺ പാസ്സാക്കി തന്നിരുന്നു അവർ. അപ്പോൾ ആ ന്യൂ ഇയറൊക്കെ കഴിഞ്ഞ് ജനുവരി പകുതിയോടുകൂടി എനിക്ക് ലോൺ പാസ്സാക്കി തന്നു. അതായത് ഞാൻ ഡിസംബർ പകുതിക്ക് കഴിഞ്ഞപ്പോഴാണ്, ഏകദേശം ക്രിസ്മസിൻ്റെ അവധി വന്നപ്പോഴാണ് ഞാൻ വയ്ക്കാൻ പോണത് തന്നെ. എന്നിട്ടും അവരെനിക്ക് ജനുവരി പകുതി ആയിപ്പോഴേക്കും പാസ്സാക്കി തന്നു. എന്നിട്ട് നമ്മൾ ഓരോ പ്രോസസ്സ് കഴിഞ്ഞ് എനിക്ക് അപ്പം തന്നെ മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് കിട്ടി കിംസിൽ ഫെബ്രുവരി 9-ാം തീയതി. അങ്ങനെ അവിടെ ചെന്നു, കിംസിൽ ചെന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10,000 സംതിങ് എന്തോ കോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഏജൻസിക്കാർ പറയൂ കേട്ടോ, എല്ലാത്തിനും നമുക്ക് അവർ അസിസ്റ്റ് ചെയ്യും. അങ്ങനെ കിംസ് ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ചെയ്തു. എനിക്ക് തോന്നുന്നു കുറേ കോഴ്സിനാണോ അതോ കുറേ രാജ്യങ്ങൾക്കാണോ, ബാംഗ്ലൂർ ഉണ്ടെന്ന് തോന്നുന്നു, ബാംഗ്ലൂർ ആയിട്ടുണ്ട് ബയോമെട്രിക്സ്. പക്ഷെ എനിക്ക് മെഡിക്കൽ കിംസ്, എനിക്കങ്ങനെ എല്ലാ ഓസ്ട്രേലിയക്കും ഉള്ളവർക്കും കിംസാന്ന് തോന്നുന്നു കൊടുക്കുന്നത്, തിരുവനന്തപുരം. അങ്ങനെ അത് കഴിഞ്ഞ് റിസൾട്ട് വരാൻ ഏകദേശം ഒരാഴ്ച 7 days or 9 days എങ്ങാണ്ട് എടുക്കുന്നത് റിസൾട്ട് വരാനായിട്ട്. ആ റിസൾട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ വിസയ്ക്ക് വെക്കുന്നത്. അപ്പം ആ റിസൾട്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല, അത് ഡയറക്റ്റ് അവർക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്, ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഇതിലേക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഏകദേശം റിസൾട്ട് എത്തി എന്നൊരു ധാരണയിൽ, അതായത് ഏകദേശം വൺ വീക്ക് എടുക്കും. ആ 1 വീക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിസയ്ക്ക് ലോഡ്ജ് ചെയ്യുന്നത് ഏകദേശം ആ സമയത്ത് വിസയ്ക്ക് ഒരു
$700 എന്തോ ആയിരുന്നു ആ സമയത്ത് വിസയുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 50,000 to 60,000 റേറ്റ് വന്നായിരുന്നു. നമ്മളത് പേ ചെയ്ത് അവരുടെ അസിസ്റ്റ് പ്രകാരം നമ്മൾ ഓരോ ഡോക്യുമെന്റ്സ് കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത് അവരപ്പം തന്നെ വിസയ്ക്ക് വെച്ചു. ദൈവം സഹായിച്ച് എനിക്ക് ഓട്ടോഗ്രാൻഡ് ആയിരുന്നു, എനിക്ക് അപ്പം തന്നെ വിസ അടിച്ചു വന്നു. അപ്പം കുറേ പേരൊക്കെ വിചാരിക്കും എൻ്റെ പൊന്നെ എന്ത് ലക്കിയാന്ന്. ഞാൻ ഒരു കണക്കിന് നോക്കിയാൽ ഞാൻ ഭയങ്കര ഭാഗ്യവതിയായി. കാരണം എല്ലാം എനിക്ക് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടായിരുന്നത്. എനിക്ക് വിസ വന്നപ്പോൾ പോലും ഒരു കുറേ മാസങ്ങളായിട്ട് ഇതിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ പോലും ഇപ്പോഴും പകുതിക്ക് വെച്ച് നിർത്തിയേക്കുക. അപ്പം എനിക്ക് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം നമുക്കിത് പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്തു. നമ്മുടെ മുന്നിൽ തന്നെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കാണെങ്കിലും അവരുടെ മുമ്പിൽ പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വിസ വന്നത്. കാരണം അവരുടെ മനസ്സും കടന്ന് ഇടിച്ചുകൊണ്ടിരിക്കും, ഇനി റിജക്റ്റ് ആണാവോ എന്താണോ. കാരണം മാസങ്ങളായിട്ട് വിസയ്ക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കിത് അടിച്ചു വന്നത്. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. ഓൺ ദ സ്പോട്ട് വിസ അടിച്ചു വന്നു. എന്നുവെച്ചാൽ ഏകദേശം ഒരു ഈവനിങ് ആയപ്പോഴാണ് ഞാൻ വിസയ്ക്ക് ലോഡ്ജ് ചെയ്യുന്നത്. രാത്രി ഞാൻ മെയിൽ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് വിസ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഓട്ടോഗ്രാൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അതുവരെ നമ്മുടെ ഏജൻസിക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് വിത്തിൻ ഈ വിസ വന്നു നമ്മളോട് കൺഗ്രാറ്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ ഫീസൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഈ വിസ വന്നിട്ടാണെങ്കിൽ കൂടിയും അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഫീസൊന്നും മേടിച്ചിട്ടില്ല. അവർ ഭയങ്കര ഇതായിരുന്നു. അതിനുശേഷമുള്ളത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടുത്തെ രീതികൾ, എൻറോൾമെൻറ്റ് എങ്ങനെ, നമ്മൾക്ക് ഔട്ട്ലുക്ക് വഴിയാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഓരോരോ മെസ്സേജസ് അയക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റുഡൻ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ഓഫർ ലെറ്ററിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ലോഗിൻ ചെയ്ത് ഔട്ട്ലുക്ക് വഴിയാണ് നമുക്ക് ഓരോരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ എൻറോൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടുത്തെ സ്റ്റുഡൻറ്റും നമ്മൾ ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽസ്, എന്നാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഓറിയൻറ്റേഷൻ എന്നാണ്, ഇതൊക്കെ ഔട്ട്ലുക്ക് ആപ്പ് വഴിയാണ് നമുക്ക് വരുന്നത്. മെയിൽ വഴി വരുന്നുണ്ട്, എനിക്ക് തോന്നുന്നു പേഴ്സണൽ മെയിലും വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്നതും കുറച്ചുകൂടി ആക്സസ് ആയിട്ടും കിട്ടുന്നതും ഔട്ട്ലുക്കാണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അവർ സെൻഡ് ചെയ്യുന്നതും ഔട്ട്ലുക്ക് വഴിയാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് ഇമെയിലിൽ. അപ്പോൾ സ്റ്റിൽ ഈ വിസ വരെയാണ് നമുക്ക് ഏജൻസി നിൽക്കുള്ളൂ. പിന്നെ അവർ പറയും നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അക്കോമഡേഷനൊക്കെ അവരെടുത്ത് തരാമെന്ന് പറയും. പക്ഷെ ഞാൻ അതൊന്നല്ല, ഞാൻ സെപ്പറേറ്റ് ആണ് എടുത്തത്. ഞാൻ ഒരിക്കലും ഒരു ഏജൻസിക്കാരോ ഒരു നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യാനോ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അവർ ഭയങ്കരമായിട്ട് ഹൈ പേയ്മെൻറ്റ് ചോദിക്കും. അതായത് മോർ ദാൻ പെർ വീക്ക് $300-400 ചോദിക്കും ഇവിടുത്തെ ഹോസ്റ്റലും യൂണിലോഡ്ജിലൊക്കെ ഏജൻസി വഴി നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട. നിങ്ങൾ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓറിയൻറ്റേഷൻ ഇപ്പം നിങ്ങൾ വരണമെന്നൊരു നിർബന്ധമില്ല. ഇവിടുത്തെ ഓറിയൻറ്റേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് അതത്ര വരണം എന്നത്ര നിർബന്ധമൊന്നുമല്ല. നിങ്ങളിപ്പോൾ അന്ന് വരാൻ പറ്റിയില്ലെങ്കിലും കൂടിയും നിങ്ങൾക്ക് പിന്നീടായാലും അത് അതിൻ്റെ റെക്കോർഡിംഗ് സെക്ഷനൊക്കെ കാണും, അത് കണ്ടാലും മതി. കാരണം ഇവിടെ ഫുൾ നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ റെക്കോർഡാണ്. എന്തിവിടെ നടന്നാലും അത് റെക്കോർഡ് ചെയ്യാറുണ്ട് അവർ. ഇനി റെക്കോർഡ് അല്ലെങ്കിൽ കൂടിയും അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അവരെന്തായാലും നമ്മുടെ ക്യാൻവാസിൽ റെക്കോർഡ് ചെയ്യും. ക്യാൻവാസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീച്ചിങ് ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ എന്ത് അക്കാഡമിക് ബേസ് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ലേണിംഗ് ആയാലും എന്തായാലും നമ്മുടെ ക്യാൻവാസ് വഴിയാണ് നമ്മൾ ഇവിടുത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മളായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഏകദേശം നമ്മൾ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തത് നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. നമ്മളല്ലാണ്ട് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെയാണ് എടുത്തത്. ഏകദേശം ജനുവരി ഫെബ്രുവരി ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് കുറവായിരുന്നു. കാരണം എല്ലാ പിള്ളേരും ആ സെമസ്റ്റർ ആ ഇൻടേക്കിൽ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് പോയി. അതായത് ജനുവരി ഫെബ്രുവരി പകുതി ആയിപ്പിക്കും എല്ലാം പോയി. അപ്പോൾ ടിക്കറ്റും കുറവായിരുന്നു. ഞാൻ വന്നത് ഇവിടുത്തെ ഓറിയൻറ്റേഷൻ്റെ അന്നായിരുന്നു. അന്ന് ഞാൻ ഇവർക്ക് മെസ്സേജ് അയച്ചു, ഞാനിങ്ങനെ അന്ന് വൈകുന്നേരമാണ് എത്തത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവരെനിക്ക് റിപ്ലൈ തന്നു, കുഴപ്പമില്ല, നമ്മളത് പിന്നീട് അതിൻ്റെ റെക്കോർഡ് സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങളത് റിഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓറിയൻറ്റേഷൻ്റെ അന്ന് എനിക്ക് അത്രയും ചീപ്പ് പ്രൈസിലാണ് കിട്ടിയത്. അപ്പോൾ ഇനിയും വരാനിരിക്കുന്നവർ, ടിക്കറ്റ് ബുക്ക് ചെയ്യാനിരിക്കുന്നവരാണെങ്കിൽ ഈ ഓറിയൻറ്റേഷൻ നോക്കി നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നേരത്തെയും വീടൊന്നും ബുക്ക് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് വന്നാൽ എങ്ങനെയായാലും നിങ്ങൾക്കൊരു റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അക്കോമഡേഷൻ ഞാൻ എപ്പോഴും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും റിലേറ്റീവ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ, ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സ് മുന്നേ പോയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 വീക്കെങ്കിലും നിങ്ങൾക്ക് നിൽക്കാൻ ഒരാളെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക.
അതില്ലെങ്കിൽ മാത്രം നിങ്ങളൊരു 1 വീക്ക് നിങ്ങളൊരു അക്കോമഡേഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വല്ല റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ജസ്റ്റ് 1 വീക്ക്, ആ 1 വീക്കിനുള്ളിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു വീട് കണ്ടെത്താൻ പറ്റും. ഞാനത് ഉറപ്പ് പറയുന്നു. കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അങ്ങനെ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യേണ്ട. നിങ്ങളിവിടെ വന്ന്, എനിക്ക് ഇവിടെ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിർത്താറുണ്ട്. അതുപോലെ തന്നെ ബാക്കി ആരുടെങ്കിലും വീടുകളിൽ ഒരു എക്സ്ട്രാ റൂം ഉണ്ടാവും, അല്ലെങ്കിൽ എക്സ്ട്രാ ബെഡ് ഉണ്ടാവും. ഒരാഴ്ചത്തേക്ക് കേസല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് വരാൻ നോക്കുക. വിത്തിൻ 1 വീക്ക് നിങ്ങൾ ഓക്കെ ആവും. നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ വീട് കണ്ടുപിടിക്കേണ്ടിയിരിക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വന്ന് നമ്മൾ യൂണിയിൽ പോയി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫുൾ ജേണി. ഞാനത് പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഇത്തിരി ലെങ്തായെന്ന് എനിക്കറിയാം. പക്ഷെ പാർട്ട് 3 അങ്ങനെ ഇടാനായിട്ട് വെറുതെ ഇങ്ങനെ സമയം കളയുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ഇത് മൊത്തത്തിൽ അങ്ങ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് കരുതി. ബാക്കി ഇവിടെ വന്നിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പോൾ ശരി, ബായ്. എല്ലാവരും ഓണാന്ന് എനിക്കറിയാം, ഓണപരിപാടിയൊക്കെ ആയിട്ട് എല്ലാവരും, ഓണ സെലിബ്രേഷനും ഇതൊക്കെ ആയിട്ട് എല്ലാവരും നടക്കാമെന്ന് എനിക്കറിയാം. എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഞാൻ ഓണമൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഈ പൂക്കളൊന്നും ഇല്ല, പൂക്കളൊന്നേ ഇല്ല. നമ്മൾ റെഡിമെയ്ഡ് എന്തെങ്കിലും മേടിച്ച് ഇപ്പം എല്ലാവരും മാറ്റൊക്കെയാണ്. നമ്മൾ ഓൺലൈനിൽ പൂക്കളം പോലത്തെ മാറ്റൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. അപ്പം മാക്സിമം നാട്ടിലുള്ളവരെല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന സെലിബ്രേഷൻസും നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് പ്രഷ്യസ് മൊമെൻ്റ് ഒക്കെ മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങളതിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഓർമ്മയായിട്ട് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മുടെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഇത് ചെയ്യുന്നതും. നമ്മളിവിടെ എന്തൊക്കെ സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നാട്ടിൽ നിന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ നമുക്ക് ആ ഫീൽ ഇവിടെ കിട്ടത്തില്ല. അത് ഞാൻ ഉറപ്പ് പറയണോ. എത്ര നിങ്ങളിവിടെ സെലിബ്രേറ്റ് ചെയ്തു, എത്ര നിങ്ങൾ ഇതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലുള്ളവർ മാക്സിമം നിങ്ങളുടെ സമയം യൂട്ടിലൈസ് ചെയ്യുക, ഓണമൊക്കെ ആഘോഷിക്കുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.